പ്രോബ്ലംസിന്റെ ബാക്കി പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നോക്കിക്കേ, ഇതൊരു റെസിസ്റ്റേഴ്സിന്റെ സീരീസ് പാരലൽ കോമ്പിനേഷന്റെ ഒരു പ്രോബ്ലം ആണ്. ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, മുകളിലത്തെ റെസിസ്റ്റൻസ് എല്ലാം 1 ഓമും താഴത്തെ റെസിസ്റ്റൻസ് എല്ലാം 2 ഓമും. ഈ സർക്യൂട്ട് നമുക്ക് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് വരയ്ക്കാം. നോക്കിക്കേ, ഈ 1 ഓമും 1 ഓമും എൻഡ് ടു എൻഡ് കണക്ഷൻ അല്ലേ? അപ്പൊ അത് എങ്ങനെയാ വരുന്നത്? സീരീസിലല്ലയോ? 1 ഓമും ഫസ്റ്റ് 1 ഓമും സെക്കൻഡ് 1 ഓമും കൂടെ എങ്ങനെയാണ്? സീരീസ് കണക്ഷൻ ആണ്. അതേപോലെ താഴത്തെ 2 ഓമും 2 ഓമും, ഈ 2 ഓമും 2 ഓമും എങ്ങനെയാണ്? സീരീസിലാണ്. 2 ഓമും 2 ഓമും സീരീസിലാണ്. ഇതിന്റെ രണ്ടിന്റെ ടെർമിനൽസ് ജോയിൻ ചെയ്തേക്കും. ഇത്രയും പോർഷനാണ് ഞാൻ വരച്ചേക്കുന്നത്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള പോർഷനാണ് ഇപ്പം വരച്ചേക്കുന്നത്. 1 ഓമും 1 ഓമും സീരീസില്, 2 ഓമും 2 ഓമും സീരീസില്. ഇതിന്റെ രണ്ടിന്റെ എഫക്റ്റീവ് വാല്യൂ, ഇതിന്റെ രണ്ടിന്റെ എഫക്റ്റീവ് വാല്യൂ കൂടെ എങ്ങനെയായിരിക്കും? പാരലൽ ആയിരിക്കും. അടുത്തത് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഈ 1 ഓമും 1 ഓമും സീരീസ്, 2 ഓമും 2 ഓമും സീരീസ്, അവയുടെ എഫക്റ്റീവ് വാല്യൂ എന്ത് ചെയ്യും? പാരലൽ. അപ്പൊ ഇത് രണ്ടും സീരീസ്, ഇത് രണ്ടും സീരീസ്, ഇതിന്റെ എഫക്റ്റീവ് വാല്യൂ, ഇതിന്റെ എഫക്റ്റീവ് വാല്യൂയും പാരലൽ. ആ കിട്ടുന്ന വാല്യൂ, അപ്പൊ ഇവിടെ കിട്ടുന്ന വാല്യൂ പ്ലസ്, ഇവിടെ കിട്ടുന്ന വാല്യൂ പ്ലസ്, പിന്നെ അടുത്ത അതേപോലെ രണ്ട് സർക്യൂട്ട്. അങ്ങനെ ആണ് ഇതിന്റെ എഫക്റ്റീവ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്യാം. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞു 1 ഓമും 1 ഓമും സീരീസിലാകുമ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസിലാണ്. അതിന്റെ എഫക്റ്റീവ് വാല്യൂ എങ്ങനെയാണ്? ആഡ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 1 ഓം പ്ലസ് 1 ഓം 1 പ്ലസ് 1. ഈ 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഏതുമായിട്ട് പാരലാണ്? ഈ 2ഉം 2 ആയിട്ട് പാരലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 പ്ലസ് 2 എന്ന് എഴുതാം. പ്ലസ് അടുത്തത് എന്താണ്? 1 ഓമും 1 ഓമും 1 പ്ലസ് 1 പാരലൽ ടു അടുത്ത 2 ഓം 2 ഓം 2 പ്ലസ് 2 പ്ലസ് മൂന്നാമത്തേനകത്ത് അതേപോലെ തന്നെ എന്താണ്? 1 ഓമും 1 ഓമും പാരലൽ 1 പ്ലസ് 1 പാരലൽ ടു 2 പ്ലസ് 2 പ്ലസ് നാലാമത്തേനകത്ത് അതേപോലെ തന്നെ 1 പ്ലസ് 1 പാരലൽ ടു 2 പ്ലസ് 2. അപ്പോൾ 1 പ്ലസ് 1 പാരലൽ ടു 2 പ്ലസ് 2 ആണ്. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? 2 പാരലൽ 2 പ്ലസ് 2 എത്രയാണ്? 4 പ്ലസ് 2 പാരലൽ 2 പ്ലസ് 2 4 പ്ലസ് 2 parallel 2 plus 2 4 plus 2 parallel 2 plus 2 4. ഇനി രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ അതിന്റെ എഫക്റ്റീവ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അപ്പൊ ഇവിടെ എല്ലായിടത്തും 2 പാരലൽ 4 ആയതുകൊണ്ട് ഒരെണ്ണത്തിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 പാരലൽ 4 നമുക്ക് എങ്ങനെ എഴുതാം? 2 into 4 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 4. ഇത് എത്ര വട്ടം ചെയ്യണം? 4 വട്ടം അല്ലെ? ഇവിടെ അതന്നെ, ഇവിടെ അതന്നെ, ഇവിടെ അതന്നെ. ഇത് 4 വട്ടം ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 8/6 into 4 എന്ന് കിട്ടും. 2 3. അപ്പം നമുക്ക് എത്ര കിട്ടും? 16/3 ഓം എന്ന് കിട്ടും ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ. അപ്പൊ ഇതെങ്ങനെയാ കണ്ടുപിടിച്ചേക്കുന്നത്? മുകളിലത്തെ രണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സീരീസ് ആണ്. അതിന്റെ എഫക്റ്റീവ് വാല്യൂ താഴത്തെ രണ്ട് സീരീസ് റെസിസ്റ്റൻസുമായിട്ട് പാരലൽ. അങ്ങനെ ഓരോന്നിന്റെ വാല്യൂസ് കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്ര കിട്ടും? 16/3 ഓം എന്ന് കിട്ടും. ഇത് 4ഉം സെപ്പറേറ്റ് ആയിട്ട് എഴുതി ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരെണ്ണത്തിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിനകത്തെ ഇതിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ നോക്കിയാൽ ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നു കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇത് ഏത് കണക്ഷനാണ് വരുന്നത്? നോക്കിക്കേ, ഇത് ഈ റെസിസ്റ്റൻസിന്റെ ടെർമിനലിൽ അടുത്ത റെസിസ്റ്റൻസിന്റെ ടെർമിനലായിട്ട് അടുത്തത് അടുത്തതിന്റെ അടുത്തത് അടുത്തതിന്റെ അടുത്തതിന്റെ അടുത്തതിന്റെ. അതെങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട്? R R ഇങ്ങനെ 5 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുമല്ലേ? അത് 5 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. അതിങ്ങനെ വളച്ച് വളച്ച് കൊടുത്തേക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇത് വലിച്ചു നൂത്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു സീരീസ് റെസിസ്റ്റൻസ് കോമ്പിനേഷനല്ലേ? അപ്പൊ R എഫക്റ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? R എഫക്റ്റീവ് ഈക്വൽ ടു എന്താ ചെയ്താൽ മതി? ഈ റെസിസ്റ്റൻസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. എത്ര? R പ്ലസ് R പ്ലസ് R പ്ലസ് R പ്ലസ് R എത്ര കിട്ടും? എഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5R. അതായത് ഈ രണ്ട് ടെർമിനൽസുകൾ നമുക്ക് വലിച്ചു നൂത്ത് കഴിഞ്ഞാൽ അതെന്തിന് തുല്യമാണ്? 5 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ അതിന്റെ എഫക്റ്റീവ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റെസിസ്റ്റേഴ്സ് സീരീസ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എടുത്ത് ആഡ് ചെയ്താൽ മതി. അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടും? 5R കിട്ടും. അടുത്ത പ്രോബ്ലം 1 ഓമും 3 ഓമും റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കാണ്. 4 ഓം 6 ഓം 12 ഓം റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഇതുമായിട്ട്
പാരലൽ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോർഷൻ ആദ്യം ചെയ്യുക. അതായത് 4 ohm 6 ohm 12 ohm പാരലൽ, അതിന്റെ എഫക്റ്റീവ് വാല്യൂ കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന വാല്യൂ ഏതുമായിട്ട് സീരീസിലാണ്, 3 ohm ആയിട്ട് 1 ohm ആയിട്ട് എന്തായിരിക്കും സീരീസിലായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ 4 പാരലൽ 6 പാരലൽ 12 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, 1/r എഫക്റ്റീവ് ഈക്വൽ ടു ഓരോന്നിന്റെ റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്യുക. 1/4 പ്ലസ് 1/6 പ്ലസ് 1/12. ഇവിടെ എക്സ് എടുക്കുമ്പോൾ എത്രയാണ് 12. അപ്പോൾ 4ന്റെ ചെയ്യുമ്പോൾ 3 2 പ്ലസ് 1 ചെയ്യുമ്പോൾ 6/12 ഈക്വൽ ടു 1/2. 1/r എഫക്റ്റീവ് ഈക്വൽ ടു 1/2 ആണെങ്കിൽ r എഫക്റ്റീവ് ഈക്വൽ ടു എത്ര കിട്ടും, 2 ohm എന്ന് കിട്ടും. അപ്പോൾ 4 ohmഉം 6 ohmഉം 12 ohm എങ്ങനെയാണ് പാരലലാണ്. അപ്പോൾ അതിന്റെ എഫക്റ്റീവ് വാല്യൂ നമുക്ക് എത്ര കിട്ടി, 2 ohm കിട്ടി. അപ്പോൾ ആ കിട്ടുന്ന എഫക്റ്റീവ് വാല്യൂ, അപ്പോൾ ഇനി ഡയഗ്രം എങ്ങനെ വരും, 1 ohm 3 ohm, ഇതിന്റെ മൂന്നിന്റെ എഫക്റ്റീവ് വാല്യൂ എത്രയാണ്, 2 ohm. ഇത് മൂന്നൂടെ എങ്ങനെ വരും, സീരീസിൽ വരും. അപ്പൊ ലാസ്റ്റ് ആർ എഫക്റ്റീവ് വാല്യൂ, ഇതിന്റെ എഫക്റ്റീവ് വാല്യൂ എത്രയായിരിക്കും വരുന്നത്, ഇതിപ്പോ നമുക്ക് r' എന്ന് കൊടുക്കാം, ഇതിന്റെ എഫക്റ്റീവ് വാല്യൂ. അപ്പൊ r എഫക്റ്റീവ് ഈക്വൽ ടു എന്തോന്ന് വരും, 1 ohm അല്ലേ, 1 ohm പ്ലസ് 3 ohm പ്ലസ് 2 ohm, അതായത് എത്ര വരും, 6 ohm എന്ന് വരും. ലാസ്റ്റ് ഫൈനൽ വാല്യൂ എന്ത് വരും, 6 ohm എന്ന് വരും. അപ്പോൾ എന്തായിരുന്നു പ്രോബ്ലം, 1 ohmഉം 3 ohmഉം സീരീസിലാണ്, അതുമായിട്ട് 3 റെസിസ്റ്റൻസിന്റെ എഫക്റ്റീവ് വാല്യൂ എങ്ങനെ വരും, സീരീസ് വരും. അതായത് 4 ohmഉം 6 ohmഉം 12 ohmഉം പാരലൽ, അതിന്റെ എഫക്റ്റീവ് വാല്യൂ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന എഫക്റ്റീവ് വാല്യൂ 3 ohmഉം 1 ohmഉം ആയിട്ട് എങ്ങനെ വരും, സീരീസിൽ വരും. അപ്പോൾ സീരീസ് റെസിസ്റ്റൻസ് ആകുമ്പോൾ ഇൻഡിവിജ്വലിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ആഡ് ചെയ്യുക. രണ്ടിൽ കൂടുതൽ റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ എഫക്റ്റീവ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, 1/r എഫക്റ്റീവ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 പ്ലസ് 1/r3 ആയിരിക്കും. അടുത്ത പ്രോബ്ലം, given n resistors, each of resistance r, how will you combine them to get the minimum effective resistance? What is the ratio of the maximum to minimum resistance? അത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഈക്വൽ റെസിസ്റ്റൻസ് ഉള്ള n റെസിസ്റ്റേഴ്സ്. അപ്പൊ അതിന്റെ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ എത്രയാണ്, 6 തന്നിട്ടുണ്ട്. എത്ര റെസിസ്റ്റർ ഉണ്ട്, n റെസിസ്റ്റർ ഉണ്ട്. ഇവയെ ഏത് രീതിയിൽ കമ്പൈൻ ചെയ്താൽ നമുക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ മാക്സിമം ആകും, ഏത് രീതിയിൽ കമ്പൈൻ ചെയ്താൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ മിനിമം ആകും. അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂയും കിട്ടും, മിനിമം വാല്യൂയും കിട്ടും. അങ്ങനെയാണെങ്കിൽ അവയുടെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ n റെസിസ്റ്റേഴ്സ് ഉണ്ട്, മാക്സിമം റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു റെസിസ്റ്റേഴ്സിനെ ഏത് രീതിയിൽ കമ്പൈൻ ചെയ്യണം, സീരീസ് കോമ്പിനേഷനിൽ കമ്പൈൻ ചെയ്യണം. അപ്പൊ മാക്സിമം കിട്ടുന്നത് എപ്പോഴാണ്, സീരീസ് കോമ്പിനേഷനിൽ. അങ്ങനെ n റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, r പ്ലസ് എക്സെട്രാ പ്ലസ് r. എത്ര വട്ടം നമ്മൾ r ആഡ് ചെയ്യണം, n വട്ടം. അപ്പൊ n വട്ടം r ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, n കൊണ്ട് r നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി മിനിമം റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ അവയെ എങ്ങനെ കണക്ട് ചെയ്യണം, പാരലായിട്ട് കണക്ട് ചെയ്യണം. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മിനിമം റെസിസ്റ്റൻസ് കിട്ടും. അപ്പൊ മിനിമം റെസിസ്റ്റൻസ് പാരലായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെ എഴുതും, 1/r പ്ലസ് 1/r പ്ലസ് എക്സെട്രാ പ്ലസ് 1/r. എത്ര വട്ടം, n ടൈംസ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, n ഡിവൈഡഡ് ബൈ r എന്നത്. n വട്ടം 1/r ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തത്, n ഇൻറ്റു 1/r ചെയ്താൽ മതി അല്ലയോ. അപ്പൊ മാക്സിമം വാല്യൂ nr കിട്ടി, മിനിമം വാല്യൂ n/r കിട്ടി. നമ്മൾ പിന്നെ ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം ടു മിനിമം റെസിസ്റ്റൻസ്. അപ്പൊ മാക്സിമം ബൈ മിനിമം റേഷ്യോ എന്ന് പറഞ്ഞാൽ മാക്സിമത്തിന്റെ വാല്യൂ nr, മിനിമത്തിന്റെ വാല്യൂ എത്രയാണ്, മിനിമം വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1/r എഫക്റ്റീവ് ആണ്. 1/r എഫക്റ്റീവിന്റെ വാല്യൂ ആണ് n/r. അപ്പൊ r എഫക്റ്റീവ് എത്രയാണ്, r എഫക്റ്റീവ് ഈക്വൽ ടു r/n ആണ് വരുന്നത് അല്ലയോ. അതായത് ഒന്നിൽ കൂടെ രണ്ടിൽ കൂടെ റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ 1/r എഫക്റ്റീവ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 പ്ലസ് എക്സെട്ര. അപ്പൊ 1/r എഫക്റ്റീവ് ഈക്വൽ ടു ആണ് എന്ത് വരുന്നത്, n/r. അപ്പൊ r എഫക്റ്റീവ് ഈക്വൽ ടു എത്രയാണ്, r/n ആണ്. അപ്പൊ മിനിമം വാല്യൂ എത്രയാണ്, r/n ആണ്. അപ്പൊ ഇവിടെ മിനിമം വാല്യൂ r/n. ഈ r ക്യാൻസൽ ആയിപ്പോ n എവിടെ പോകും, മുകളിൽ പോകും. അപ്പൊ റേഷ്യോ എത്ര കിട്ടും നമുക്ക്, n² എന്ന് കിട്ടും ഇല്ലേ. r ക്യാൻസൽ ആയിപ്പോ n മുകളിൽ പോകുമ്പോൾ n × n n² വരും. ഒന്നുകൂടെ പറയാം, n റെസിസ്റ്റേഴ്സ്
ഈച്ച് ഓഫ് റെസിസ്റ്റൻസ് ആർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടുന്നത് റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ. അപ്പൊ n റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എഫക്റ്റീവ് വാല്യൂ നമുക്ക് എങ്ങനെ r+r+ എക്സെട്ര പ്ലസ് ആർ. n ടൈംസ് r ആഡ് ചെയ്യുന്ന പകരം നമുക്ക് എന്തെന്ന് ചെയ്യാം, n ഇൻറ്റു ആർ എന്ന് എഴുതാം. ഇനി മിനിമം വാല്യൂ നമുക്ക് എപ്പോഴും കിട്ടുന്നത് എപ്പോഴാണ്, പാരലൽ കോമ്പിനേഷനിലാണ്. അപ്പോൾ 1/r എഫക്റ്റീവിന്റെ വാല്യൂ ആണ് 1/r+1/r+1/r എന്ന് എഴുതുന്നത്. അത് n ടൈംസ് ആകുമ്പോൾ 1/r എഫക്റ്റീവ് ഈക്വൽ ടു n/r ആണ്. അപ്പോൾ r എഫക്റ്റീവ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, r/n എന്ന് എഴുതാം. r എഫക്റ്റീവ് ഈക്വൽ ടു r/n എന്ന് എഴുതാം. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം ടു മിനിമം റെസിസ്റ്റൻസ്. അപ്പൊ മാക്സിമം ബൈ മിനിമം, മാക്സിമം വാല്യൂ nr ആണ്, മിനിമം വാല്യൂ r/n ആണ്. r ക്യാൻസൽ ആയി പോയി, ബാക്കി എത്ര വരും, മാക്സിമം ടു മിനിമം റേഷ്യോ എത്രയാണ് വരുന്നത്, n² ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം ടു മിനിമം എത്രയാണ്, n². മാക്സിമം വാല്യൂ റെസിസ്റ്റേഴ്സിന്റെ എത്രയാണ്, nr. മിനിമം വാല്യൂ റെസിസ്റ്റേഴ്സിന്റെ എത്രയാണ്, r/n ആണ്. അടുത്ത പ്രോബ്ലം ഹോംവർക്ക് ആണ്. നമ്മുടെ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് ആദ്യത്തേത്. അതായത് 3 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്, 1 ohm 2 ohm 3 ohm. അതിനെ ഏതൊക്കെ രീതിയിൽ കമ്പൈൻ ചെയ്താൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് 11/3 ആകാം. അപ്പൊ ഏത് രീതിയിൽ, ഇപ്പൊ 1 ohm 2 ohm സീരീസ് ആക്കിയാൽ പറ്റുമോ, അല്ല 1 ohm 2 ohm പാരലൽ ആക്കിയിട്ട് 3 ആയിട്ട് സീരീസ് ആക്കണോ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ ചെയ്ത് നോക്കുമ്പോൾ 11/3 കിട്ടുന്നത് ഏത് കോമ്പിനേഷനാണ്, 11/5 ohm കിട്ടുന്നത് ഈ റെസിസ്റ്റേഴ്സിനെ എങ്ങനെ കണക്ട് ചെയ്താലാണ്, അല്ലെങ്കിൽ 6 ohm കിട്ടുന്നത് എങ്ങനെ കണക്ട് ചെയ്താലാണ്, അല്ലെങ്കിൽ 6/11 കിട്ടുന്നത് എങ്ങനെ കണക്ട് ചെയ്താലാണ് എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി പഠിച്ചില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഇവിടെ ചെയ്യാനുണ്ട്. എ സിൽവർ വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 2.1 ohm at 27.5 degrees Celsius and a resistance of 2.7 ohm at 100 degrees Celsius. Determine the temperature coefficient of resistivity of silver. അപ്പൊ അതിനകത്ത് ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും, RT minus R0 divided by R0 into T minus T0 എന്ന് വരും. അതായത് ടിയിലെ റെസിസ്റ്റൻസ് മൈനസ് T0 ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ R0 ഇൻറ്റു T മൈനസ് T0. അപ്പോൾ ഹയസ്റ്റ് ടെമ്പറേച്ചർ T ആയിട്ടും ലോവസ്റ്റ് ടെമ്പറേച്ചർ T0 ആയിട്ടും. അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് ടെമ്പറേച്ചർ T എന്ന് പറയുന്നത് എത്രയാണ്, 100ഉം T0 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 27.5 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. ഇത് വെച്ചിട്ട് ഈ പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ആൻസർ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക. അടുത്ത പ്രോബ്ലം നേരത്തെ നമ്മൾ പഠിച്ചില്ലായിരുന്നു, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും പിന്നെ കറണ്ടും തമ്മിലുള്ള റിലേഷൻ I=NA/VDE, ആ റിലേഷൻ വെച്ചുള്ള ഒരു പ്രോബ്ലം ആണ്. അതായത് ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എ കോപ്പർ കണ്ടക്ടർ ഈസ് 8.5 × 10⁻28 m⁻³ How long does an electron take to drift from one end of a wire 3 meter long to its other end? The area of cross-section of the wire is 2 × 10⁻⁻6 m² and it is carrying a current of 3 ampere. അപ്പോൾ ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, 3 മീറ്റർ തന്നിട്ടുണ്ട്. അതിന്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഫ്രീ ഇലക്ട്രോൺസിൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന ടൈമാണ് ചോദിച്ചത്. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഡിവൈഡ് ബൈ ഇവിടെ അതിനുണ്ടാകുന്ന വെലോസിറ്റി ഏതാണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അപ്പോൾ ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കുക. ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി. പക്ഷേ ഡ്രിഫ്റ്റ് വെലോസിറ്റി എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ കറന്റ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നമ്പർ ഡെൻസിറ്റി ഇത്രയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ അറിയാം, NAVDE എന്നറിയാം. അതിൽ നിന്ന് ഡ്രിഫ്റ്റ് വെലോസിറ്റി എത്രയാണെന്ന് എഴുതാം, I/NAE എന്ന് എഴുതാം, I/NAE. ഇനി കറന്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 3 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഡെൻസിറ്റി എത്രയാണ്, 8.5 × 10⁻28. നമ്പർ ഡെൻസിറ്റി 8.5 × 10⁻28 ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 × 10⁻6 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്, 1.6 × 10⁻19. അപ്പോൾ എന്താണ് ടൈം കണ്ടുപിടിക്കുന്നത്, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അതായത് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡ് വരെ നീങ്ങാൻ അതിന് എത്ര ടൈം വേണം, ഹൗ ലോങ് ഡസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്, അതിന് വേണ്ടുന്ന
ടൈമാണ്. അപ്പോൾ ലെങ്ത് ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി അറിയില്ല, പക്ഷെ ബാക്കി കറന്റും നമ്പർ ഡെൻസിറ്റി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈ ചാർജ് ഓഫ് ഇലക്ട്രോണും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ അറിയാം. I=NA/VDE. അങ്ങനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി I/NAE. കറന്റ് അറിയാം 3, നമ്പർ ഡെൻസിറ്റി എത്ര 8.5 × 10⁻28 തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2 × 10⁻⁻6 തന്നിട്ടുണ്ട്. ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 × 10⁻19 തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് കിട്ടുന്നത് 0.110 × 10⁻³ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുമെന്ന് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വാല്യൂ. ഇനി ഈ വാല്യൂ ഈ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ ടൈം ഈക്വൽ ടു എത്ര കിട്ടും? ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്? 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 0.110 × 10⁻³ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 2.72 × 10⁴ സെക്കൻഡ് എന്ന് കിട്ടും. ടോട്ടൽ ടൈം എത്രയാണ്? 2.72 × 10⁴ സെക്കൻഡ് എന്ന് കിട്ടും ടൈം. അപ്പോൾ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറന്റും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലെങ്ത് ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ഇത് നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈമാണ്, അല്ലെ ടൈം ഈക്വൽ ടു ലെങ്ത് ബൈ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ബാക്കി ഡേറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറന്റ് തമ്മിലുള്ള റിലേഷൻ I=NA/VDE. അതിൽ നിന്ന് VDയുടെ വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് ടൈം ഇൻഡിക്കേഷൻ അത് കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 2.72 × 10⁴ സെക്കൻഡ് എന്ന് കിട്ടും.